കഴിഞ്ഞ വീഡിയോയിൽ മിസ്റ്റിക് മായ പോർട്ടിൻ്റെ കൂടുതൽ വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡിസൈനർ വാക്ക്. ഈ ഏലക്കാടും ഇവിടുത്തെ വെള്ളച്ചാട്ടമാണ് ഈ ഒരു ബിൽഡിങ്ങിനെ ഇത്രയും ഭംഗി കൂട്ടുന്നത്. ഏലം കൊണ്ട് മൂടപ്പെട്ട ഈ ഒരു എസ്റ്റേറ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ തുടങ്ങാം. എൻട്രൻസ് കഴിഞ്ഞാൽ ഏലക്കാട് സ്റ്റാർട്ട് ചെയ്യും. ഈ ഏലക്കാടിലൂടെ 1.5 കിലോമീറ്റർ ടാർ ചെയ്ത റോഡ് അവസാനിക്കുന്നത് മിസ്റ്റിക് മായ പോർട്ട് എന്ന പ്രോപ്പർട്ടിയിലാണ്. മിസ്റ്റിക് മായ പോർട്ട്, ക്ലോസർ ടു നേച്ചർ. ആ പേര് പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു പ്രോപ്പർട്ടി. കരിങ്കല്ല് കൊണ്ട് പണിതീർത്ത ഇവിടുത്തെ ഭൂസ്വഭാവത്തോട് യോജിച്ച രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു വണ്ടർഫുൾ പ്രോപ്പർട്ടി. ടാർ റോഡിലൂടെ വന്ന് എൻഡ് ആവുന്നത് പാർക്കിംഗ് ഏരിയയിലാണ്. നേരെ നീങ്ങിയാൽ റിസപ്ഷൻ ഏരിയ. റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നോക്കി ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ. മിക്ക ആളുകൾ ഇവിടെ വന്ന് പൂൾ യൂസ് ചെയ്യാറില്ല. റിസപ്ഷനിൽ നിന്ന് അകത്തേക്ക് കയറിയാൽ ഒരു ലിവിങ് ഏരിയ ആണ്. ഇവിടെയാണ് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗെയിംസ് എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു റീഡിംഗ് കോർണർ, ക്യാരംസ്, ചെസ് എല്ലാം ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു പെൻഡൻറ്റ് ലാമ്പൊക്കെ കൊടുത്തിട്ട് ഈ ബിൽഡിങ്ങിനെ ഇണങ്ങുന്ന രീതിയിൽ ഇവിടെ ഉള്ള എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ട് ബ്ലോക്സ് ആയിട്ടാണ് ഈ ഒരു ബംഗ്ലാവ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ട് ബ്ലോക്കിനെയും കണക്ട് ചെയ്യുന്നത് ഒരു ബ്രിഡ്ജാണ്. വളരെ മനോഹരമായ ഒരു വാക്ക് വേ. റെയിനി ആയതുകൊണ്ട് നല്ല ഗ്രീനാണ്. വാക്ക് വേയിലൂടെ നടക്കുമ്പോൾ ഒരു സൈഡിൽ വലിയൊരു പാറയും ഓപ്പോസിറ്റിൽ ഒരു വെള്ളച്ചാട്ടവും കാണാം. രണ്ടും കൂടി ചേരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് ഇവിടെ. പ്രകൃതിയെ അതുപോലെ തന്നെ സംരക്ഷിക്കാൻ ഇവർ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. വാക്ക് വേ നെക്സ്റ്റ് ബ്ലോക്കിലാണ് അവസാനിക്കുന്നത്. ആദ്യത്തെ ബ്ലോക്കിൽ ഒരു ബെഡ്റൂമും രണ്ടാമത്തെ ബ്ലോക്കിൽ 4 ബെഡ്റൂമും ഒരു റെസ്റ്റോറൻറ്റും ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
രണ്ടാമത്തെ ബ്ലോക്കിൽ കയറിയാൽ ആദ്യം കാണുന്നത് ഒരു റിലാക്സേഷൻ ഏരിയ ആണ്. ഇവിടെ ഗസ്റ്റിന് TV കാണാനും നല്ല തണുപ്പായതുകൊണ്ട് ചൂട് കായാനായിട്ട് ഇവിടെ ഒരു ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പാറകളൊന്നും നീക്കം ചെയ്യാതെ അതിനെ അതുപോലെ തന്നെ നിർത്തിയിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കരിങ്കൽ വാളിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല നനവ് ഫീൽ ചെയ്യും. സ്റ്റെപ്പ് കയറി നേരെ മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 ബെഡ്റൂമാണ് അവിടെ ഉള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പാറയുടെ കഷ്ണം ഈ ബെഡ്റൂമിൻ്റെ അകത്താണ് പെട്ടിട്ടുള്ളത്. അതിനെ അവർ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ കർട്ടൻ നീക്കിയാൽ തൊട്ടപ്പുറത്ത് ഒരു മരം നിൽക്കണത് കാണാൻ പറ്റും. നമുക്ക് അവിടെ ഇറങ്ങാനൊക്കെ പറ്റും. ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു മരമുണ്ട്. നല്ലൊരു ബാത്ത് ഏരിയ. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ താഴെ കൂടെയാണ് വെള്ളം ഒലിച്ചു പോകുന്നത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. പുറത്തേക്ക് നോക്കിയാൽ നല്ല കാഴ്ചകളുള്ള, കൂടാതെ നല്ല ഭക്ഷണവും കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ്.
നേരെ മുകളിലേക്ക് കയറിയാൽ ഇവിടെ 2 ബെഡ്റൂമാണുള്ളത്. ഓരോ റൂമിനും ഓരോ ഡിസൈനാണ്. ആ ഓടിലെ പച്ചപ്പ് വരെ അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. താഴെ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബാത്ത് ഏരിയ. ഇത് വേറെ ഡിസൈനിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ വെള്ളം ഒഴുകുന്നത് കാണാം. നല്ലൊരു ബാൽക്കണി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും നല്ല പോലെ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഗ്രീനാണ്. നമുക്ക് എവിടെ നോക്കിയാലും ഗ്രീൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് മിസ്റ്റിക് മായപ്പോട്ട്, ക്ലോസർ ടു നേച്ചർ.